ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് വെർഗോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് മന്ത്ലി നവംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം വാട്സാപ്പിൽ, അതല്ല വെച്ചാൽ ഇമെയിൽ ചെയ്യാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവാണ്, അവിടെ എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അവിടെയും എന്നെ മെസ്സേജ് ചെയ്യാം. അതല്ലാണ്ട് എൻ്റെ ചാനലിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കണ്ടാൽ നിങ്ങൾക്ക് അവിടെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടും. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെമ്പറും ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നവംബർ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ എന്താണ് നിങ്ങളുടെ നവംബർ മാസത്തിൻ്റെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ആദ്യത്തെ കാർഡ് ഇവിടെ മെസ്സേജ് വന്നിരിക്കണ ക്ലോ, ബി കെയർഫുൾ, ഡു നോട്ട് ടേക്ക് റിസ്ക്സ്. അപ്പോൾ ഈ മാസം റിസ്ക്സ് എടുക്കാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയണത്. ഒരു കാര്യത്തിലും ഫിനാൻസസ് ഇല്ലച്ച നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. രണ്ടാമത്തെ കാർഡ് ഇവിടെ ബ്രോക്കൺ ബ്രിഡ്ജ്, അൺസക്സസ്ഫുൾ ഔട്ട്കം ടു എ പ്രോബ്ലം. അപ്പോൾ എന്തോ ഒരു ഇഷ്യൂടെ സൊല്യൂഷൻ ഇല്ല ഈ മാസം. നിങ്ങൾ ശ്രമിക്കും അതിനെ സോൾവ് ചെയ്യാൻ, പക്ഷേ ഈ മാസം അല്ല നിങ്ങൾക്ക് ആ സൊല്യൂഷൻ കിട്ടണത്. സക്സസ്സും വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോവും. പിന്നെ ഇവിടെ ലൈറ്റനിങ് വന്നിട്ടുണ്ട്, കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി. ദേഷ്യം വരണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് വെച്ചാൽ കുറച്ച് കൺട്രോൾ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ഡാർക്ക് മാൻ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ വിത്ത് ഡാർക്ക് കോംപ്ലെക്ഷൻ ഓർ ഹെയർ. അപ്പോൾ ഇതൊരു പേഴ്സണിനെ കുറിച്ചാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. ഒരു പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കും. ഇത് ഫ്രണ്ട്ഷിപ്പ് ആവാം, റൊമാൻറ്റിക് ആവാം, ജോലിയുടെ കാര്യത്തിലാവാം. ഗ്രേപ്സ്, ടൈം ടു ഗെറ്റ് ഔട്ട് ആൻഡ് ഹാവ് ഫൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ സമയം വീട്ടിലാണ് വെച്ചാൽ കുറച്ച് പുറത്ത് പോകാൻ ആണ് യൂണിവേഴ്സ് പറയണത്. എനർജി കുറച്ച് ചേഞ്ച് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ഓക്കെ, അപ്പോൾ എന്താണ് വെർഗോ നിങ്ങളുടെ ടാരോ മെസ്സേജസ്? നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം 10 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പാസ്റ്റ് എനർജി 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ കറണ്ട് നവംബർ എനർജി 6 ഓഫ് വാൻഡ്സ്. ഫ്യൂച്ചറിൽ വരണ എനർജി കിങ് ഓഫ് വാൻഡ്സ്. ചാലഞ്ച് നിങ്ങൾക്ക് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് കിങ് ഓഫ് സോഡ്സ്. സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ വെർഗോ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്, കുറേ പൈസ വരണ എനർജിയാണ്. അപ്പോൾ ഈ മാസം ഫിനാൻഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല മാസമായിരിക്കും. ഫാമിലിയുടെ എനർജിയുമാണ് ഇത്, മാരേജിൻ്റെ എനർജിയാണ്. എന്തോ ഫാമിലി ലൈഫിലൊരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്, മാറ്റം വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഫാമിലിക്കും ബാധിക്കും. ആൻഡ് ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ്ങും വരുന്നുണ്ട്. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്നുണ്ട്, പിന്നെ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഇവിടെ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ എന്തോ ഒരു ന്യൂസിന് വേണ്ടിയിട്ട്, ഒരു മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു ലീഗൽ സിറ്റുവേഷനിലാണ് വെച്ചാൽ മേ ബി നിങ്ങൾ കേസൊക്കെ ഇട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരുമെന്ന് അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ കമ്മിറ്റ്മെൻ്റ് എനർജിയുമുണ്ട്, റീകൺസിലേഷൻ്റെ എനർജിയുമുണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടായില്ല. പറഞ്ഞ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതിലൊരു ബാലൻസ് ഇല്ല. എല്ലാം നിങ്ങൾക്ക് തോന്നി അതെല്ലാം നിങ്ങൾ തന്നെയാണ്
എഫേർട്ട് ഇടണത്, പക്ഷേ നിങ്ങൾക്ക് ഒരു റിവാർഡൊന്നുമില്ല. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, ശരിയായ സമയത്ത് എനിക്ക് റിവാർഡ് കിട്ടും, ഇതിൻ്റെ ഔട്ട്കം പോസിറ്റീവ് ആവും. അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് കുറേ സമയം അങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ കാണുന്നത് പാസ്റ്റ് എനർജിയിൽ എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു ബാലൻസ് വന്നു, ഒരു ഫൈനലി ഒരു സിറ്റുവേഷനിൽ ഒരു കൺക്ലൂഷൻ വന്നു, എന്തോ ഒരു പോസിറ്റീവ് ഔട്ട്കം വന്നു. കറണ്ട് എനർജിയിലും ഞാൻ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലാണ് കുറേ ഫോക്കസ് ഉള്ളത് ആൾക്കാരുടെ. ഓക്കെ, കുറേ റെക്കഗ്നിഷൻ ഉണ്ട്, റിവാർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ച്വലി പൊതുവേ ഒരു നല്ല സമയമാണ്. ജഡ്ജ്മെൻറ്റ് എനർജി എന്തോ ഒരു എൻഡിങ് ആയിട്ടൊരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ് ഇവിടെ. കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷേ ഞാൻ കാണുന്നത് കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ നോക്കണു. അപ്പോൾ ഇത് ജോലിയുടെ കാര്യത്തിൽ ആവാം, നിങ്ങൾക്ക് കുറേ റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്, ജോലിയുടെ കാര്യത്തിൽ കുറേ റിവാർഡ്സ് കിട്ടുന്നുണ്ട്, ബോസ് കുറേ ഹാപ്പിയാണ്, പക്ഷേ വേറെ ആൾക്കാർ ഹാപ്പി അല്ല. ഓക്കെ, നിങ്ങളുടെ കലീഗ്സ്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യണ ആൾക്കാർ, അവർക്കും ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ തന്നെ ഒരു റിവാർഡ് വേണം എന്നുണ്ടാവും. അപ്പോൾ കുറേ ഒരു കോമ്പറ്റീഷൻ്റെ എനർജി കാണാണ്ട്, ബിസിനസ്സിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇത് റിലേഷൻഷിപ്പ്, പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് വെച്ചാൽ ഇവിടെ എന്തോ ഒരു റെന്യൂവൽ ഉണ്ട്. ഓക്കെ, ഒരു റീകൺസിലിയേഷൻ്റെ എനർജി ഉണ്ട്, പക്ഷെ അതിലും എന്തോ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ കിങ് ഓഫ് വാൻസ് ആണ്. ഫ്യൂച്ചറിൽ ഒരു ഫയർ സൈൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ ആരാണ്? ഈ പേഴ്സണിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ, ഈ പേഴ്സൺ വരും എന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്തിരുന്നു. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ എനർജി ആവാം. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. 3 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ആണ് ഞാൻ കാണുന്നത്, ഒരു ഹാപ്പി ഗുഡ് ന്യൂസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം എന്താ വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്, പക്ഷെ അതിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. എല്ലാം കാര്യം മുമ്പോട്ട് നടക്കും, പിന്നെ ബ്ലോക്കായി പോവും. ഹാങ്ഡ് മാൻ. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഒരു ബ്ലോക്കാണ്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. എസ്പെഷ്യലി റൊമാൻറ്റിക് സിറ്റുവേഷനിൽ ഒന്നും ശരിയാവണില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. നൈറ്റ് ഓഫ് സോഡ്സ്. യൂണിവേഴ്സ് അഡ്വൈസ് തരുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട് ഈ മാസം. ആ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് വേഗം ആക്ട് ചെയ്യേണ്ടി വരും, ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആൻഡ് അതിന് നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടില്ല. ഈ തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് കുറേ ഒരു പോസിറ്റീവ് ഔട്ട്കമാണ് കിട്ടുക. പക്ഷെ നിങ്ങളുടെ എനർജിയിൽ ഞാനൊരു ബ്ലോക്കാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയണത്, ഈ ബ്ലോക്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേഗം ആക്ട് ചെയ്യേണ്ടി വരും, ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും, ആക്ഷൻ എടുക്കേണ്ടി വരും. കുറേ ആലോചിച്ച് എല്ലാം ഇരുന്നാൽ അത് ചിലപ്പോൾ മിസ് ഔട്ട് ആവും. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത് കുറേ എഫേർട്ട്, നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ കുറേ ആൾക്കാർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുക. പറഞ്ഞാൽ ഇവർ കുറേ ജലസ് മാതിരി ഒരു ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റുഭാഗത്തിൽ. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ കലീഗ്സ് ആവാം. ഞാൻ കാണുന്നത് ഇവരൊക്കെ ചില ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്, പക്ഷേ ചില ബ്ലോക്സ് ഉണ്ടാവും ഈ മാസം. ഓക്കെ, അത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ക്വീൻ ഓഫ് വാൻസ് ആണ് ഔട്ട്കം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ഫയർ സൈൻ കാണാണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫർ തരാൻ പോകുന്നുണ്ട്. ഇതൊരു പുതിയ ബിഗിനിങ് ആണ്, ഒരു പുതിയ തുടക്കമാണ്. ഇവിടെ കിങ് ഓഫ് കപ്സും ഉണ്ട്. ഇതൊരു ഇമോഷണൽ ഓഫറാണ്. ആൻഡ് ടെമ്പറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ആൾക്കാരെ കാണാണ്ട്. നിങ്ങൾക്ക് ഒരു ലവ് ഓഫറും ഉണ്ടാവും, ഇല്ലെച്ചാൽ ജോലിയുടെ കാര്യത്തിൽ ഒരു ഓഫർ ആവാം ഇത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേട്ടിട്ടാണ് ഫോളോ ചെയ്യേണ്ടത്. എന്തോ ഇവിടെ ഒരു ബാലൻസിൻ്റെ എനർജി ഉണ്ട്, ഹീലിംഗിൻ്റെ എനർജി ഉണ്ട്, 8 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ എന്തോ നിങ്ങൾ വിട്ടു പോകണു. എന്താ വെച്ചാൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിട്ടിട്ട് വേറെ സിറ്റുവേഷനിലേക്കാണ് പോണത്. പക്ഷേ ഇവിടെ ഒരു ഔട്ട്കം ഹാപ്പി ന്യൂസാണ്. അപ്പോൾ മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ 2 ആൾക്കാരുടെ ഇടയ്ക്ക് ഓപ്ഷൻ ഉണ്ട്, ഇല്ലെച്ചാൽ 2 ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട് വെച്ചാൽ നിങ്ങൾ ഒരു പേഴ്സണെ വിട്ടിട്ട് മറ്റേ ലൈഫിലേക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു സിറ്റുവേഷനെ വിട്ടിട്ട് വേറെ സിറ്റുവേഷനിലേക്ക് പോകണു, ഇല്ലെച്ചാൽ ഒരു ജോലി വിട്ടിട്ട് വേറെ ജോലിയിലേക്ക് പോകണു, അങ്ങനെ എന്തോ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഡിസിഷൻ ആയിരിക്കാം.
പക്ഷെ നിങ്ങൾക്ക് എന്തോ വിട്ടു പോണ എനർജിയും ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ വിട്ടിട്ടാണ് മറ്റേ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോണത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇവിടെ സ്കോർപ്പിയോ, അക്വേറിയസ്, സ്പൈസീസ്, സാജിറ്റേറിയസ്, കുറേ ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇതാണ് സൈൻസ് ഇവിടെ കാണുന്നത്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.